Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning. Good morning, ma'am. Okay, നമ്മള് മിസ്സലേനിയസ് ആക്ടുകളല്ലേ എടുത്തോണ്ടിരുന്നേ. ഫസ്റ്റ് വൺ പറഞ്ഞു അല്ലെ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അല്ലേ കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് കേട്ടോ. ഇപ്പോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് വരെ വായിച്ച് ക്ലിയർ ആണല്ലോ അല്ലേ? വായിച്ച് നോക്കിയിരുന്നോ? വായിച്ച് നോക്കിയിരുന്നോ? ഓക്കെ, ശരി. ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളു കേട്ടോ. ഇനി സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ആണ്. അതിൽ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഇനി പറയുന്ന ആക്ടുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാല് some states have enacted their own public charitable trust act which normally control the detailed working and management of hospitals established by public charitable trust. In such state, the society should also be registered under the state act. ഈ ഒരു നിയമത്തില് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, പബ്ലിക് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളില്ലേ, നമുക്കറിയാം പുതിയതായിട്ട് വരുന്ന ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അല്ലെ, നിലവിൽ വരുന്നില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ നമ്മുടെ എന്താണ് റിലീജിയസ് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ മാത്രമല്ല, അല്ലാത്ത ട്രസ്റ്റുകളുണ്ട് ഇല്ലേ? ഇപ്പൊ ഫാമിലി ട്രസ്റ്റുകൾ ഉണ്ടാവാം, അല്ലാതെ നമ്മുടെ എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് പേര് എന്താണ് സംഭാവനകൾക്കായിട്ടൊക്കെ വരാറുണ്ടോ? നോട്ടീസൊക്കെ ആയിട്ട് വരാറില്ലേ? എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻസ് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അപ്പൊ അവരുടെയൊക്കെ നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലൊരു രജിസ്ട്രേഷൻ നമ്പറുകൾ കാര്യങ്ങൾ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? അതില് രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതെ, അപ്പൊ പല ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് ഇന്നതിന് വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകള് ഒരു സ്റ്റേറ്റില് രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പൊ അത്തരത്തില് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകള് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മിക്ക സംസ്ഥാനങ്ങളിലും അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകളുണ്ട്. അപ്പൊ ആ ആക്ടിന് കീഴിൽ ഇത്തരത്തിലുള്ള ഏതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നമ്മൾ ആരംഭിച്ചാലും അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കൃത്യമായിട്ട് വർഷാവർഷങ്ങളിൽ നമ്മൾ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യമായിട്ടുള്ള അതിന്റെ മറ്റ് ഫിനാൻഷ്യൽ പരമായിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇത്തരത്തിൽ ചില സൊസൈറ്റികളായിട്ട്, അതായത് ഒരു കൂട്ടം ആളുകൾ, ഇപ്പൊ ഒരു 7 അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് മെമ്പേഴ്സ് കൂടിയിട്ട് ഒരു സൊസൈറ്റി ആയിട്ടും ഇവര് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി ആണെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഇവർ രൂപീകരിക്കുന്നതെങ്കിലും അത്തരത്തിലുള്ള എന്താണെങ്കിലും നമ്മുടെ ഒരു സ്റ്റേറ്റിൽ അത് നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ പ്രവർത്തനം നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് ഈ ഒരു നിയമത്തിന് കീഴിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇത്തരം ചാരിറ്റബിൾ ആയിട്ടുള്ള ഇത്തരം പബ്ലിക് ട്രസ്റ്റുകളുടെ ഉടമസ്ഥാവകാശത്തിൽ നടത്തപ്പെടും. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയാൻ പറ്റണേ? ഇത്തരത്തിലുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുന്ന ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് കൂടി ഈ ഒരു നിയമത്തിന് കീഴിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ മിക്ക സംസ്ഥാനത്തിലും അവരുടേതായിട്ടുള്ള ഓൺ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകളുണ്ട്. ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ, പുതിയതായിട്ട് വരുന്ന ഏതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകളാണെങ്കിലും അവ കൃത്യമായിട്ട് ഈ ആക്ടിന് കീഴിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ സൊസൈറ്റി ആയിട്ടാണ് ഇത് നടത്തപ്പെടുന്നതെങ്കിൽ ആ സൊസൈറ്റിയും ഈ ഒരു സ്റ്റേറ്റ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് ഇവര് നടത്തി വരുന്ന
ഹോസ്പിറ്റൽസ് പോലെയുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിങ്ങും മാനേജ്മെന്റും കൂടി ഈ ഒരു ആക്ടിന് കീഴിൽ വരുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. ഇതങ്ങനെ സാധാരണ ചോദിച്ചു കാണാറില്ല കേട്ടോ. മറ്റേ എന്താണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷമൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറ് കേട്ടോ. അപ്പൊ ഒന്ന് 2-3 ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. മറ്റേതിന്റെ ഇയർ അതുകൊണ്ട് മിസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ ചോദിച്ചു കണ്ടിട്ടുണ്ടെന്ന് കേട്ടോ. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. അതിനുശേഷം ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചോ. ഓക്കെ. അടുത്തത് ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓർ നഴ്സിംഗ് ഹോം. ഇപ്പൊ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളോ ഒക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഇപ്പൊ there are regional laws in each state controlling the establishment and standards about the hospital or nursing home. ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ഥാപനവും അതിന്റെ നിയന്ത്രണം മുതലായവയുമായി ബന്ധപ്പെട്ട് കുറച്ച് റീജിയണൽ ലോസ് ഉണ്ട്. എന്താ, കുറച്ച് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽ ഒരെണ്ണമാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുകൾ. അപ്പൊ നമ്മള് ഒരു ഷോപ്പ് തുടങ്ങാണ്. ഷോപ്പ് ആയിക്കോട്ടെ, ഇപ്പൊ എന്തൊരു ബിൽഡിംഗ് ആണെങ്കിലും നമ്മൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ അധികം നിയമങ്ങൾ പ്രകാരമല്ലേ നമ്മളത് ബിൽഡ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിലും ഒരു ഹോസ്പിറ്റൽ എന്നില്ല, ഹോസ്പിറ്റലൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോം വരുന്നുണ്ട്. ഒരു ഷോപ്പ് അല്ലെങ്കിൽ മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകളുമായി ബന്ധപ്പെട്ട ആക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ഹോസ്പിറ്റലോ ഒരു ഷോപ്പോ തുടങ്ങണമെങ്കിൽ അതിൽ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രാദേശിക നിയമങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ എന്നാ മാത്രമേ നമുക്ക് അതിനുള്ളൊരു ലൈസൻസ് അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടുള്ളൂ, അല്ലെ? പ്രാദേശികമായിട്ടുള്ള ഇപ്പൊ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുകളിൽ എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദിസ് ഡെഫിനിഷൻ within the regional municipal jurisdiction should be registered under this act. അതായത് ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിക്കോട്ടെ, ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, ഈ ഒരു നിയമത്തിന്റെ ആ ഒരു ഡെഫിനിഷന് ഉള്ളിൽ വരുന്ന ഏതൊരു സ്ഥാപനം, ഇപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റലുകൾ, നഴ്സിംഗ് ഹോമുകളെല്ലാം. അപ്പൊ അങ്ങനെ ഈ ഒരു എന്താണ് ലോയുടെ ഡെഫിനിഷനിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ആക്ടിന്റെ നിർവചനത്തിൽ വരുന്ന ലീഗലി വരുന്ന എല്ലാ തരത്തിലുമുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ സ്ഥാപനം, ഏതൊരു സ്ഥാപനവും ഈ നിയമപ്രകാരം എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു റീജിയണൽ മുനിസിപ്പൽ ജൂറിഡിക്ഷന് കീഴിൽ വരുന്ന ഈ ഒരു ആക്ടിന് കീഴിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. സോ അത്തരത്തില് രജിസ്റ്റർ ചെയ്ത് കൃത്യമായ ആ നിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമേ അത് സ്ഥാപിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. The act is designed to manage the payment of wages, hours of work, leave, holidays, terms of service and other work condition of people who are employed in the shop. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഷോപ്പ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും, അല്ലെ, എത്ര പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റാഫുകൾ എത്ര പേരുണ്ട്, ഇല്ലേ? അപ്പൊ ഈ ഒരു നിയമത്തിന് കീഴിൽ പറയുന്ന കാര്യമാണ് മാനേജ് ദ പേയ്മെന്റ് ഓഫ് വേജസ്. കേട്ടോ, അവിടുത്തെ എംപ്ലോയീസിന്റെ പേയ്മെന്റ് ഓഫ് വേജസ് എങ്ങനെയാണ്, അവരുടെ ശമ്പളം എങ്ങനെയാണ്, അല്ലെ? അങ്ങനെ കടയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വേതനം എത്രയാണ് അവരുടെ അവേഴ്സ് ഓഫ് വർക്ക്, ജോലി സമയം, അതുപോലെ തന്നെ അവരുടെ ലീവ്, അവധി, അല്ലെ? എന്താ ഹോളിഡേസ്, അവധി ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു അവധി കൊടുക്കുന്നവരുണ്ടാവും, അല്ലാത്ത മറ്റവധി ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അവധി ദിവസങ്ങള്, ആ സർവീസുമായി ബന്ധപ്പെട്ട നിബന്ധനകള്, മറ്റ് ജോലി സാഹചര്യങ്ങള് മുതലായവ എല്ലാം ഈ ഒരു നിയമം വഴി എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്?
പ്രാദേശികപരമായിട്ടുള്ള മുനിസിപ്പൽ അധികാര പരിധിയിൽ ഈ നിയമപരമായിട്ടുള്ള ഈ നിയമത്തിന്റെ നിർവചനത്തിൽ വരുന്ന ഏതൊരു സ്ഥാപനമോ ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അത് കൂടാതെ ഈ നിയമം എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, മറ്റു കുറച്ചു കാര്യങ്ങൾ കൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ആ ഒരു ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്ന ആ കടയുമായി ബന്ധപ്പെട്ട് ആ ഷോപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വേതനം, അവരുടെ അവേഴ്സ് ഓഫ് വർക്ക് അല്ലെ, അവരുടെ ആ ഒരു ജോലി സമയം, അവരുടെ ആ ഒരു അവധി ദിവസങ്ങൾ, സേവനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ, മറ്റ് ജോലി സാഹചര്യങ്ങൾ മുതലായ കൂടി ഈ ഒരു നിയമത്തില് എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് PCPNDT ആക്ട്. എന്താണ് PCPNDT ആക്ട്? The PCPNDT Act was approved on 20 September 1994. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ആ ഒരു PCPNDT ആക്ട് അപ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട വർഷവും ദിവസവുമാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. 20 സെപ്റ്റംബർ 1994 ഈ ഒരു നിയമം അംഗീകരിക്കപ്പെട്ടത്. The Preconception and Prenatal Diagnostic Techniques, that is Prohibition of Sex Selection Act അല്ലെങ്കിൽ PCPNDT Act, Preconception and Prenatal Diagnostic Technique ആക്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ഒരു എക്സ്പാൻഡഡ് ഫോം മനസ്സിലായല്ലോ. PCPNDT എന്നതിന്റെ എക്സ്പാൻഡഡ് ഫോം മനസ്സിലായില്ലേ? പ്രീകോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് എന്നാണ് കേട്ടോ ആ ഒരു നിയമത്തിന്റെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നതാണ്. അല്ല എങ്കിൽ ഈ നിയമത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. എന്താണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ലിംഗനിർണയ നിരോധന നിയമം. കേട്ടിട്ടുണ്ടോ? ലിംഗനിർണയ നിരോധന നിയമം കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ നിയമം? എന്തിനു വേണ്ടിയായിരിക്കും? എന്തുകൊണ്ടാണ് നമ്മുടെ ലിംഗനിർണയം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ലിംഗനിർണയം? നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലിംഗനിർണയം ഉണ്ടോ? അബോർഷൻസ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോ ലിംഗനിർണയം ഉണ്ടോ? ഗർഭാവസ്ഥയില് ഗേളാണ് ബോയാണോ ഗേളാണോ എന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല അല്ലെ? എന്തുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറയുന്നത്? അതെ, അബോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടി. എങ്ങനെയുള്ള കേസിൽ അബോർഷൻസ് സാധാരണ കൂടുതൽ നടക്കാറ്? എങ്ങനെയുള്ള കേസിലാണ്? പെൺകുട്ടിയാവുമ്പോൾ അല്ലെ? പെൺകുട്ടിയാവുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യുന്നു? അബോർഷൻസ് അല്ലെങ്കിൽ പെൺഭ്രൂണ ഹത്യ നടക്കുന്നത് കൊണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് പെൺഭ്രൂണ ഹത്യകൾ നടന്ന് നമ്മുടെ ഇന്ത്യയിലെ ഫീമെയിൽ സെക്സ് റേഷ്യോ അല്ലെ, ആ ഒരു സ്ത്രീലിംഗ അനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള ആ പെൺഭ്രൂണ ഹത്യയെ തടയുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ച ഒരു നിയമമാണ് ഏത് നിയമം? PCPNDT ആക്ട്. അല്ല എങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? PCPNDT ആക്ട് അപ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടത് 20 സെപ്റ്റംബർ 1994 അത് ചോദിക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ PCPNDT എക്സ്പാൻഡ് ഫോം എന്താ? പ്രീകോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട്. അല്ല എങ്കിൽ നമുക്ക് എന്തെന്ന് കൂടി പറയാം? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് അല്ലെ? ലിംഗനിർണയ നിരോധന നിയമം എന്ന് കൂടി പറയാവുന്നതാണ്. എന്താണ് ഈ നിയമം? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ട് അപ്രൂവ്ഡ് ടു സ്റ്റോപ്പ് ദ ഫീമെയിൽ ഫീറ്റിസൈഡ്
that has resulted in declining female sex ratio in India. എന്താണ് ഫീറ്റിസൈഡ്? ഭ്രൂണഹത്യ അല്ലെ? അപ്പൊ ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ അല്ലെ? അപ്പൊ നമ്മുടെ നാട്ടില് ഇത്തരത്തിൽ ഇന്ത്യയില് സ്ത്രീലിംഗാനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള ഇത്തരത്തിലുള്ള പെൺ ഭ്രൂണഹത്യകളെ തടയുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമമാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് അല്ലെങ്കിൽ PCPNDT ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ കീഴിലാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്കൊരു എന്താണ് പറയാ, ഇപ്പൊ നമ്മുടെ ഒരു നമുക്ക് പ്രഗ്നൻസി ടൈമുകളിൽ ഒരുപാട് സ്കാനിങ് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ? നടത്തുന്നില്ലേ? ആ ഒരു സമയത്ത് ശരിക്കും നമുക്ക് ഏത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഡോക്ടേഴ്സ് അത് എന്ത് ചെയ്യാറില്ല, നമ്മളോട് പറയാറില്ല അല്ലെ? നമുക്കത് ചോദിക്കാനും പാടില്ല, അവരത് പറയാനും പാടില്ല അല്ലെ? അപ്പൊ അത്തരത്തില് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, അത് നമുക്ക് ഇത്തരത്തിലുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. പക്ഷെ അതൊരിക്കലും എന്തിനും ഈ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തില് നമ്മുടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാ സ്കാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്? പതിവായിട്ട് ഇത്ര പീരീഡിനുള്ളിൽ എത്ര മാസത്തിനുള്ളിൽ നമ്മൾ സ്കാനിങ്ങൾ, അതെ ബേബി ഓക്കെ ആണോ, കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടോ അല്ലെ, മറ്റെന്തെങ്കിലും രോഗങ്ങൾ ആ കുട്ടിക്കുണ്ടോ അല്ലെ, ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേ അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ, പൊസിഷൻസ് കറക്റ്റ് ആണോ, വളർച്ച കൃത്യമായിട്ട് ആ ഒരു സമയത്തിനനുസരിച്ചുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. നമുക്ക് അത്തരം ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിക്കാം. അത് എന്തിനു വേണ്ടി മാത്രമേ പാടുള്ളൂ? ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം. അല്ലാതെ ഒരിക്കലും അത് ലിംഗനിർണയത്തിന് വേണ്ടി ആ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളോട് അത് റിവീൽ ചെയ്യാത്തതും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു നിയമം കൂടിയാണ് ഈ ഒരു PCPNDT ആക്ട് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് MTP ആക്ട്. എന്താണ് MTPയുടെ എക്സ്പാൻഡഡ് ഫോം നോക്കിയേ? ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, 1971 നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. എന്തായിരിക്കും അപ്പൊ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത്? എന്തായിരിക്കും? പ്രഗ്നൻസീസ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെ? എത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാവർക്കും അങ്ങനെ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റോ? ചില സന്ദർഭങ്ങളുണ്ട് അല്ലെ? അല്ലാതെ നമുക്ക് ഏതൊരു വ്യക്തിക്കും ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അല്ലെ? ഇവിടെ ചില സന്ദർഭങ്ങളില് ചില ഗർഭധാരണങ്ങൾ നമുക്ക് നിർത്തലാക്കാനായിട്ട് സാധിക്കുന്ന നിയമമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത്. The act to provide for the stoppage of certain pregnancies. നമുക്ക് നിർത്തലാക്കാൻ പറ്റും ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ചില ഗർഭധാരണങ്ങൾ. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആരുപയോഗിച്ചുകൊണ്ട് മാത്രം? രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് മാത്രം. ആൻഡ് ഫോർ മാറ്റേഴ്സ് ലിങ്ക്ഡ് വിത്ത് therapy. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു നിയമമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. നമുക്കറിയാം ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഈ ഒരു പ്രഗ്നൻസീസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ടെർമിനേഷനുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്നില്ലെങ്കിൽ
ആ എന്താണ് സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇപ്പൊ റേപ്പ് കേസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെ അബ്യൂസ്ഡ് ആയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ ആ കുട്ടി 18 വയസ്സിന് താഴെയാണ് എങ്കിൽ ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അബോർഷൻസ് അല്ലെങ്കിൽ എന്താണ് പ്രഗ്നൻസീസ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ സമ്മതവും അവരുടേതായിട്ടുള്ള പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ ആരാണ് അവരുടെ സമ്മതത്തോടു കൂടിയാണ് കേട്ടോ ചെയ്യാം, കൺസേണിനോട് കൂടിയായിരിക്കും ചെയ്യാം. അപ്പൊ അത് ആ കുട്ടിയുടെ ഭാവിയും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമ്മള് ഈ ഒരു നിയമത്തിന് കീഴിൽ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പ്രഗ്നൻസി. അതോടൊപ്പം തന്നെ ഇപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഒന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ആ കുഞ്ഞ് വളർച്ചയ്ക്കനുസരിച്ച് അമ്മയ്ക്ക് വളരെയധികം അമ്മയുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്നു എന്നുള്ള കേസുകളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കേസുകളാണെങ്കിൽ അതെ കോംപ്ലിക്കേഷൻ ഉള്ള കേസുകളാണെങ്കിൽ പ്രഗ്നൻസീസ് ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. അതല്ല എങ്കിൽ അപ്പൊ അതൊക്കെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ല എങ്കിൽ ഇപ്പൊ നാട്ടില് നമ്മുടെ മാരേജ്ഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അവരുടെയും ചില സിറ്റുവേഷൻസിൽ ഇത്തരത്തിലുള്ള എന്താണ് പ്രഗ്നൻസി അബോർഷൻസ് നടത്താറുണ്ടോ? അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ആണ്. ഇപ്പോ നമ്മുടെ കപ്പിൾസ് ആണെങ്കിൽ അവര് സേഫ്റ്റി പ്രിക്കോഷൻസ് യൂസ് ചെയ്തിട്ടും ചിലപ്പോ എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് വന്നു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടു കൂടിയാണ്, ആ ഒരു കപ്പിൾസിന്റെ രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടു കൂടിയാണെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണെങ്കിൽ അതെ കുട്ടികൾ ഇപ്പൊ വേണ്ട എന്നുള്ള തീരുമാനമാണ് എങ്കിൽ അതിനനുസരിച്ച് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാം, ഡോക്ടറിനെ കൂടി കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാറുണ്ട്, പ്രഗ്നൻസീസ് ചില സന്ദർഭങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ അബോർഷൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ എന്താണ് നിയന്ത്രിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അല്ലെങ്കിൽ MTP ആക്ട് 1971 എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി MTP ആക്ട്. ഇതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ PGക്ക് ഒക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ആക്ടുകളൊക്കെ അവിടെയും വരുന്നുണ്ട്, PGയിലും ഉണ്ട് കേട്ടോ. ഈ ആക്ടുകൾ മാത്രമല്ല കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത കുറച്ച് ലോസും കൂടി വരുന്നുണ്ട് കേട്ടോ. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ചു. ഓ ശരി. നെക്സ്റ്റ് വൺ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. എന്തായിരിക്കും ഈ നിയമം? എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ ഒരുപാട് ബയോമെഡിക്കൽ വേസ്റ്റുകളുണ്ട് അല്ലേ? ഇല്ലേ? നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചു. ഓക്കെ. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മാനേജ്മെന്റും അതിന്റെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂൾസുകൾ പറയുന്ന നിയമമാണ് കേട്ടോ. ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998. ഇതിന്റെ വർഷം ചോദിക്കാറുണ്ട്. 1998 ഈ നിയമം പ്രാവർത്തികമാവുന്നത്. Came into operation in 1998. The biomedical waste must not be mixed with other wastes. ഈ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഒരിക്കലും മറ്റു വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. Biomedical waste must be sorted out of container of bags at the point of generation before its storage, transportation and treatment and disposal. എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകള് നമ്മൾ എപ്പോഴും കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗുകളിലോ തരംതിരിച്ച് മറ്റ് വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാതെ അത് തരംതിരിച്ച് ഒന്നിലേക്ക് കണ്ടെയ്നേഴ്സിലാവാം അല്ലെങ്കിൽ ബാഗുകളിലായിട്ട് എന്ത് ചെയ്യണം, വേർതിരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. എവിടെ മുതൽ തന്നെ അതിന്റെ ജനറേഷൻ, അത് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന ആ ഒരു സ്ഥലം മുതൽ അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടും അത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടും ഇതേപോലെ തന്നെ മിക്സ് ചെയ്യാൻ പാടില്ല. അതിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ ആ ഒരു ആ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ടും നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസിൽ അത്
1998 നിലവിൽ വരുന്നത്. നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യം ഒരിക്കലും ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റ് വേസ്റ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും വളരെ ഒന്നുകിൽ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗുകളിലോ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇടം മുതൽ തന്നെ വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗുകളിലായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റ് സംസ്കരണവും അതിന്റെ സംസ്കരണവും നിർമ്മാർജ്ജനവും എല്ലാം അതേ രീതിയിൽ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് വ്യത്യസ്തമായിട്ട് മറ്റുള്ള വേസ്റ്റസുമായിട്ട് മിക്സ് ചെയ്യാതെ ആയിരിക്കണം ചെയ്യേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് കോഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മളെ ലാസ്റ്റ് വണ്ണിലേക്ക് പോവാണ് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ എഴുതി വെച്ചിരിക്കുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? എന്താണ് അപ്പൊ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 പറയുന്നത്? അപ്പൊ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ആ നിയമത്തിൽ പറയാ? അപ്പോ എന്തായിരിക്കും? ആർക്കൊക്കെ എതിരായിട്ടുള്ള വയലൻസിനെയാ തടയുന്നേ? അല്ലെങ്കിൽ എന്തിനെതിരായിട്ടുള്ളതാണ്? നാശനഷ്ടങ്ങളാണ്. ശരിയാണ്. പേഷ്യൻസിനെതിരായിട്ടുള്ളതാണ്. ആണ്. ആ ഒരു ഹെൽത്ത് കെയർ സർവീസ് നൽകുന്ന വ്യക്തികൾക്കെതിരായിട്ട്, അല്ലെ? ആ ആരോഗ്യ സേവന സ്ഥാപനങ്ങളിലെ വ്യക്തികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ തടയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെ പ്രോപ്പർട്ടി, അല്ലെ, സ്വത്തുക്കൾക്കുള്ള ആ നാശനഷ്ടങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. രണ്ടെണ്ണമാണ് ഇത് പ്രധാനമായിട്ടും. അവിടുത്തെ സർവീസ് നൽകുന്ന വ്യക്തികൾക്കെതിരെയുള്ള വയലൻസ്, അല്ലെ, വ്യക്തികൾക്കെതിരെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ തടയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി ഇൻ ദ ലോസ് ടു പ്രോപ്പർട്ടി ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റഡ് therein. ആ ഒരു സർവീസ് നൽകുന്ന സ്ഥാപനങ്ങളിലെ സ്വത്തുക്കൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും തടയുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ? അവിടുത്തെ വ്യക്തികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാല് അവരെ ലീഗലായിട്ടുള്ള നടപടികൾ എന്ത് നേരിടേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അത് തന്നെയാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ്. അപ്പൊ അവിടുത്തെ വ്യക്തികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ തടയുന്നു, പ്രോപ്പർട്ടീസ് സ്വത്തുക്കൾ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതിനെ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം. വായിച്ചു നോക്കിയേ. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ഒന്നുകൂടെ പറയണോ? പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 പറയുന്നത് ദ ആക്ട് ടു ബാൻ വയലൻസ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് പേഴ്സണൽ. ആരോഗ്യ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്ന വ്യക്തികളിലെ ആ വ്യക്തികൾക്കെതിരായിട്ടുള്ള വയലൻസ് അല്ലെങ്കിൽ അക്രമങ്ങൾ തടയുന്നു. അതോടൊപ്പം തന്നെ ടു പ്രിവെന്റ് ഡാമേജ് ആൻഡ് ലോസ് ടു പ്രോപ്പർട്ടി ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത്തരത്തിലെ സർവീസുകൾ നൽകുന്ന ആരോഗ്യ പരിചരണ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടീസ്, അല്ലെ, സ്വത്തുക്കളില് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഡാമേജോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം. വായിച്ചു കഴിഞ്ഞു എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ.
എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി നിങ്ങളുടെ തേർഡ് മോഡ്യൂൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളത്? തേർഡ് മോഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? 6 മെഡിക്കൽ റിപ്പോർട്ട്സ്, 10, 11, 12 അല്ലേ? ഓഡിറ്റ്, ക്വാളിറ്റി അഷ്വറൻസ് ആണ് ലാബ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇത് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫോർത്ത് മോഡ്യൂളിലേക്ക് കടന്നു ആരെങ്കിലും? ഫോർത്ത് മോഡ്യൂൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? ശരി, സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ശരി, ലാസ്റ്റ് പോർഷൻ. സ്കിപ്പിംഗ് അല്ലേ? അത് ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് അതിനനുസരിച്ച് എടുക്കും കേട്ടോ. ഓക്കെ, നമുക്കെന്നാ ക്വാളിറ്റി അഷുറൻസ് ആണ് ലാബ്. ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചാപ്റ്റർ 11 ആണ് ക്വാളിറ്റി അഷുറൻസ് ആണ് ലാബ് കേട്ടോ. ഓക്കെ, അപ്പോ ക്വാളിറ്റി അഷുറൻസ് ആണ് ലാബ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെ? ലാബ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് ഹൗസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു നാബ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ഹോസ്പിറ്റൽസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അക്രഡിറ്റേഷൻ കിട്ടാറുണ്ട് ഇല്ലേ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അംഗീകാരങ്ങൾ അല്ലെ? അക്രഡിറ്റേഷൻ കിട്ടും, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടും. ഈ നാബ്, JCA അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബോഡീസിൽ നിന്നാണ്, അക്രഡിറ്റേഷൻ ബോഡീസിൽ നിന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽസിന് എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് മിസ് ഒരു ഔട്ട്ലൈൻ തരുന്നതാണ്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ കുറച്ച് പുതിയതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ പഠിച്ച ഭാഗമല്ല. അതെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പൊ അത്തരത്തില് ഇത് കുറച്ചൊന്ന് എന്താ പറയാ, നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു ഭാഗമാണ്. അപ്പൊ എളുപ്പത്തിൽ അങ്ങ് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത മോഡ്യൂളില് ക്വാളിറ്റി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു കണക്റ്റഡ് ആണ് കേട്ടോ. ഇതൊന്ന് പഠിച്ച് വ്യക്തമായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും പോകാൻ പറ്റും. അതുപോലെ തന്നെ PG ചെയ്യുന്നവരാണെങ്കിൽ അതിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്ന് വ്യക്തമാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പൊ ഇതില് ക്വാളിറ്റി അഷുറൻസ് ആണ് ലാബ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. JCA പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ലാബിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വഴിക്ക് പറയാം കേട്ടോ. ലാബ് എന്ന് പറഞ്ഞാൽ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അത് മനസ്സിലായോ?
ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് നാബ്. അപ്പൊ നാബ് ഉണ്ട്, JC ഉണ്ട്, അപ്പൊ ഇന്റർനാഷണൽ ബോഡിയാണ് JC. അപ്പൊ നാബ് എന്ന് പറയുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇതാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നാഷണൽ, ഇത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, അപ്പൊ എഴുതിയാലും മതി. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇതാണ് നാബിന്റെ എക്സ്പാൻഡഡ് ഫോം. അപ്പോ ഈ ഒരു നാബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു അക്രഡിറ്റേഷൻ ബോഡിയിൽ നിന്നും ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ ഹോസ്പിറ്റല് വെറുതെ ഇരുന്ന് അംഗീകാരം കിട്ടുമോ? നമുക്കൊരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അംഗീകാരം കിട്ടുക, അല്ലെ? അപ്പൊ വെറുതെ ഇരുന്ന ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കിട്ടില്ല. അവരെന്ത് ചെയ്യണം? നന്നായിട്ട് പെർഫോം ചെയ്യണം, അല്ലെ? നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഹോസ്പിറ്റലിന് ഒരു പ്രത്യേക മേഖലയിൽ മാത്രമല്ല കേട്ടോ. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നിടത്ത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കുന്ന ഏരിയയിൽ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ, അങ്ങനെയല്ല. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കേട്ടോ, എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപോലെ, ഇപ്പൊ നാബ് ആണെങ്കിലും JC ആണെങ്കിലും അവര് കുറെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നോ? ഇപ്പൊ നാബിന്റെ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നാബ് കുറെ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ്സ് എന്നായിട്ട് പറയാം. മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഇവര് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ ആ ഹോസ്പിറ്റലിന് നാബ് എന്ത് ചെയ്യും? അംഗീകാരം കൊടുക്കും, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ നൽകും. മനസ്സിലാവുന്നോ? ആ ടേമാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. അക്രഡിറ്റേഷൻ എന്നുള്ള ടേമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയം ഇല്ലാത്തതായതുകൊണ്ടാണ് ഇത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഇപ്പൊ നാബിൽ നിന്നാണ് നമുക്ക് ആ ഒരു അംഗീകാരം ലഭിക്കേണ്ടതെങ്കിൽ നാബ് പറയുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എല്ലാ ഏരിയാസിലെയും ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. മനസ്സിലാവുന്നോ? അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോ ഇപ്പൊ ഒരു പ്രാവശ്യം, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും ഈ ഒരു നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നാബ് സ്വയം ഇങ്ങോട്ട് വന്ന് അക്രഡിറ്റേഷൻ നൽകുകയല്ല, നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നു? ഒരു ഹോസ്പിറ്റലിന്റെ നാബിൽ അംഗീകാരം വേണമെങ്കിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം. എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് നാബിന്റെ അപ്രൂവൽ വേണമെങ്കിൽ നാബിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറേയധികം എലിജിബിലിറ്റീസ് ഉണ്ട്, യോഗ്യതകൾ ഉണ്ടെങ്കിലേ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള യോഗ്യതകൾ നമ്മൾ അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒക്കെ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറെ യോഗ്യതകൾ വേണ്ടേ? അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലും കുറെ യോഗ്യതകൾ വേണം. അപ്പൊ അങ്ങനെ കുറച്ച് യോഗ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, അപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണോ വലിയ ഹോസ്പിറ്റലാണോ, അതൊക്കെ യോഗ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടല്ല, ഇതൊക്കെ പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഒന്ന് എഴുതി തരുന്നേ ഉള്ളൂ. അപ്പൊ അതിന് ഒന്നാമത്തെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യോഗ്യത, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. മനസ്സിലാവുന്നോ? ഒരു ദിവസം പാലിച്ചാ പോരാ, ഒരു 3 മാസമായിട്ട് പാലിച്ചു വരുന്ന ആളുകളായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈ അംഗീകാരം കിട്ടിയതിനു ശേഷം ഞാൻ പാലിക്കാന്നല്ല പറയട്ടെ. 3 മാസമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നാബ് പറയുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രകാരം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന സ്ഥാപനമാണ് എങ്കിൽ അവർക്ക് നാബിന്റെ ആ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു എന്താണ് ഒരു സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ എന്തിനെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അവിടെ നിന്ന് ഒന്നും നോക്കാണ്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് വിധി തരുമോ? ഒന്നും നോക്കാതെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അടിച്ചു തരുമോ? ഇല്ല. അതിനു വേണ്ടിയിട്ട് നാബ് എന്ത് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള ആളുകളെ നിയമിക്കും. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി ആയിരിക്കും നിയമിക്കുന്നത്? ഇവർ ഈ പറയുന്ന യോഗ്യത നോക്കാൻ. അത് തന്നെ. അപ്പൊ ഇവരുടെ ഈ പറയുന്ന എലിജിബിലിറ്റി ഒക്കെ ഇവർക്കുണ്ടോ, അല്ലെ? ഇതിന് വാക്കാ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ഇത് അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നാബ് അതിൻ്റെതായിട്ടുള്ള അസസ്മെന്റ് ടീം ഉണ്ടായിരിക്കും നാബിന്. ആ അസസ്മെന്റ് ടീമിനെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്ക് അയക്കും. ഹോസ്പിറ്റലിലേക്ക് അയച്ച് ഇവരുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെ എല്ലാ വശങ്ങളിലെയും ക്വാളിറ്റി ഈ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ, നല്ല ലെവലിൽ ഉയർന്ന ലെവലിലുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കും.
അങ്ങനെ നോക്കി മനസ്സിലാക്കി ഒരുപാട് ഘട്ടങ്ങളായിട്ടാണ് ട്ടോ. അതൊരു സ്റ്റേജ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ അധികം അസസ്മെന്റുകളും കാര്യങ്ങളിലേക്ക് അവസാനം ഇവര് ശരിയായ രീതിയിലുള്ള നാബ് സ്റ്റാൻഡേർഡ്സ് എല്ലായിടത്തും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന ആ ഒരു അസസ്മെന്റ് ടീമിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാബ് എന്ത് കൊടുക്കും? അപ്രൂവൽ അല്ലെ, അക്രഡിറ്റേഷൻ നൽകും അല്ലെങ്കിൽ അംഗീകാരം നൽകും. അപ്പൊ ഇപ്പൊ അവര് നാബിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ആ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നാബിന്റെ ഒരു അപ്രൂവൽ കിട്ടണമെങ്കിൽ 3 മാസം മുമ്പ് തുടങ്ങി അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, കിട്ടിക്കഴിഞ്ഞാലോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പാലിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നോ? അത്രയും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് വേണോട്ടോ, എന്നാലും മറ്റു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളേ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് പാലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിനിടയ്ക്കിടയ്ക്ക് ഇവരെന്ത് ചെയ്യും? സർപ്രൈസ് ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തും. സർപ്രൈസ് ആയിട്ട് ഇവരിത് ഇടയ്ക്ക് ചെക്ക് ചെയ്യണ്ടേ അല്ലെ? ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ടുള്ള അസസ്മെന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പൊ അങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം എന്തായിരിക്കും? ഫൈനും കാര്യങ്ങളും ആയിരിക്കും ചെയ്യുക. അതിനുശേഷം അത് ഓക്കെ അല്ല എങ്കിൽ അപ്രൂവൽ തന്നെ അവർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവര് ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ഇവര് എപ്പോഴും ഒരു സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നമ്മുടെ ലൈസൻസുകൾ കിട്ടില്ലേ? നമുക്ക് ലൈസൻസ് ഒക്കെ ഇത്ര വർഷത്തേക്കല്ലേ കിട്ടുക അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുകയാണ്. ഇൻഷുറൻസ് ഒക്കെ എങ്ങനെ? 1 വർഷത്തേക്കല്ലേ അതിന്റെ കാലാവധി. അപ്പൊ അതുപോലെ നാബ് ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ആ സ്ഥാപനങ്ങൾക്ക് അനുസരിച്ചാണ് 2 വർഷം കൊടുക്കാറുണ്ട്, 3 വർഷം കൊടുക്കാറുണ്ട്, 4 വർഷവും കൊടുക്കാറുണ്ട്. മനസ്സിലാവുന്നു? ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ അക്രഡിറ്റേഷന് വാലിഡിറ്റി ആണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ നാബ് ഒരു വാലിഡിറ്റി കൊടുത്തു. നാബ് ഇപ്പൊ ഈ വർഷം ഒരു 4 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്കുള്ള ഒരു അക്രഡിറ്റേഷൻ നൽകി എന്ന് വിചാരിക്കാം. ആ 3 വർഷവും ഇവർ ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോണോട്ടോ. അല്ലാതെ അവിടെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. ഇനി ഇവർക്ക് ആ അക്രഡിറ്റേഷൻ ഇപ്പൊ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തു. നമ്മുടെ 1 വർഷം കഴിഞ്ഞ് നമ്മൾ അത് എന്ത് ചെയ്യും? പുതുക്കണം അല്ലെ? അപ്പൊ പുതുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കൊടുത്ത സാധനങ്ങൾ അപ്പൊ പിന്നെയും നമ്മൾ സബ്മിറ്റ് ചെയ്യും. ശരിയല്ലേ? റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ റിന്യൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യാം. മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ നാബുമായി ബന്ധപ്പെട്ട ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നാബിന് വേണ്ടിയിട്ടുള്ള ആദ്യം നമ്മൾ സബ്മിറ്റ് ചെയ്ത പോലെയുള്ള എല്ലാ റെക്കോർഡുകളും ഡോക്യുമെന്റ്സും ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ പിന്നെയും അവര് അസസ്മെന്റ് ടീമിനെ അയച്ച് അസസ്മെന്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ ആ ഒരു അതായത് നമ്മൾ എപ്പോഴും ഒരു പുതുക്കൽ എപ്പോഴാ ചെയ്യുന്നത്? തീർന്നിട്ടാണോ? ഡേറ്റ് തീർന്നിട്ടാണോ പുതുക്കുക? ആണോ? ഡേറ്റ് തീർന്നിട്ടാണോ നമ്മൾ പുതുക്കുക? അല്ല, അതിന് കുറച്ച് ദിവസങ്ങൾ മുന്നേ നമ്മൾ പുതുക്കും അല്ലെ? ഇവിടെ നാബിന്റെ കേസ് ആണെങ്കിൽ ഒരു 6 മാസം മുൻപേ തീരുന്ന ഡേറ്റിന് ഒരു 6 മാസം മുൻപേ അപ്ലൈ ചെയ്യണം. അതിനിടെ ആ ഒരു 6 മാസം കാലയളവിനുള്ളിൽ ഇവർ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുകയും അടുത്ത ആ ഒരു റിന്യൂവല് ചെയ്തു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? അല്ലാതെ ഇവര് കണ്ടിന്യൂ ചെയ്തില്ല എങ്കിൽ അവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ ക്യാൻസൽ ആയിപ്പോ. ഇത്രയും ഒരു ഐഡിയ കിട്ടിയോ? ഇത്രയും ഒരു ഐഡിയ കിട്ടിയോ? പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് മിസ് ഇത്രയും പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമേ ഇത് പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ക്ലിയർ ആണോ? ഇവിടെ വരെയും ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? കണക്റ്റഡ് ആയോ? ഇതാണ് ഇത് കഴിഞ്ഞപ്പോ ഒരു റിപ്ലൈ ഇല്ലാത്ത. ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്വാളിറ്റി എന്താണ്, ആ ക്വാളിറ്റിയെ കുറിച്ചുള്ള കുറച്ച് ഡെഫിനിഷൻസും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസും കാര്യങ്ങളും ആണ്. അതിനുശേഷം നമ്മളെ ഓരോ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജേഴ്സ് ഉണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ക്വാളിറ്റി മാനേജേഴ്സ് ഉണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അങ്ങനെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല,
പക്ഷെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പി ജിയിൽ വരുമ്പോൾ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുമ്പോഴും നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. എന്തായിരിക്കും അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം? ISO കേട്ടിട്ടുണ്ടോ? ISO കേട്ടിട്ടുണ്ടോ? ISO കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ് നമ്മൾ ISO പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആ ISO പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത്. ISO എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ISO ക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത്. അത് മനസ്സിലായല്ലോ? ക്വാളിറ്റിയുടെ ഡെഫിനിഷൻ ആണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. The quality is defined as, അങ്ങനെയാണ് ശരിക്കും. Quality is defined as the degree to which a series of inherent characteristics fulfill needs. എന്നുവെച്ചാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ ആവശ്യകതകൾ അല്ലെ നിറവേറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഫുൾഫിൽ നീഡ്സ് ആണ്, നമ്മുടെ ആവശ്യകതകളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തർലീന സവിശേഷതകളെയാണ്, ആ ഒരു സവിശേഷതകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നാണ് നമ്മൾ വിലയിരുത്താം. അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ക്വാളിറ്റി ചോദിച്ചാൽ പലർക്കും പല രീതിയിലായിരിക്കും പറയുന്നത്. ശരിയല്ലേ? ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മളൊരു ഡ്രസ് മെറ്റീരിയൽ വാങ്ങും, അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പലരും പല മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടല്ലേ അത് വിലയിരുത്താം. ചിലർ അതിന്റെ കളറും മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആയിരിക്കും നോക്കാം, ചിലർ അതിന്റെ ഡിസൈൻ ആയിരിക്കും നോക്കാം, ചിലർ അതിന്റെ ഡ്യൂറബിലിറ്റി ആയിരിക്കും നോക്കാം, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നായിരിക്കും ചോദിക്കും അല്ലെ? അപ്പൊ അങ്ങനെ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്, ഈ പല സവിശേഷതകളിലൂടെയാണ് നമ്മൾ ഒരു ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. ശരിയല്ലേ? എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യമായിരിക്കും, ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവാം? അല്ല അല്ലെ? അപ്പൊ ഇവിടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്, നമ്മുടെ ആവശ്യകതകളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ അന്തർലീന സവിശേഷതകളെയാണ് നമ്മള് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയോ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ എന്തൊക്കെ സവിശേഷതകൾ ആ ഒരു പ്രൊഡക്റ്റിനുണ്ടോ അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? അത് ആര് നിർമ്മിച്ചിട്ടുള്ളതാ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ISOന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പിന്നെയും പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്ന പോയിന്റുകളാണ് നമ്മൾ താഴെ പറയുന്നത്. ഇതിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നീഡ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഒന്ന് തന്നെയാണ് കേട്ടോ അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് സജസ്റ്റ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ആണ് അല്ലെ? ക്വാളിറ്റിയെ വേർതിരിക്കുന്ന ഘടകങ്ങളെ അല്ലെങ്കിൽ ഗുണങ്ങളെയല്ലേ നമ്മൾ ക്യാരക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ? ഒരു വ്യക്തിയുടെ സവിശേഷത എന്ന് പറയുമ്പോൾ അവരുടെ വ്യത്യസ്ത ഗുണങ്ങളെയല്ലേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ? ആണോ? അതെ അല്ലെ? അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ, അതായത് നമ്മുടെ വേർതിരിക്കുന്ന വ്യത്യസ്ത ഗുണങ്ങളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യകതകൾ അല്ലെങ്കിൽ നീഡ്സും അത് തന്നെയാണ്, സെയിം തന്നെയാണ്. നീഡ് അല്ലെങ്കിൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യകതകൾ അല്ലെ? ആർ എ നീഡ് ഓർ അസംഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. നിർബന്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ആവശ്യകതകളെയോ അനുമാനങ്ങളെയോ ആണ് നമ്മൾ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ നീഡിനെ അല്ലേ നമ്മൾ റിക്വയർമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ നിർബന്ധമായിട്ടുള്ള ആവശ്യകതകളാവാം, അല്ലെങ്കിൽ ഇതിൽ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള നോർമലി ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതോ ആയിട്ടുള്ള നമ്മുടെ ആവശ്യകതകളെയോ അനുമാനങ്ങളെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത്
എന്താണ് അടുത്തത് ഒരു ഡെഫിനിഷൻ അടുത്തതാണ് കേട്ടോ. ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. അപ്പൊ രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. അപ്പൊ ക്വാളിറ്റിയെ കുറിച്ചുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്. അത് ISOന്റെ ഡെഫിനിഷൻ ആണ്. ക്വാളിറ്റിയെ കുറിച്ചുള്ള ISOന്റെ ഡെഫിനിഷൻ ആണ്. രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. എന്താ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി പരാമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവാണ് എന്ത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അതാണ് മിസ് നാബിനെ പറ്റി ആദ്യം പറഞ്ഞത്. നമ്മൾ നാബിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ. അപ്പൊ ഇവിടെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോ നമ്മൾ നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങളാണോ നാബിന്റെ? അല്ല, നാബ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് അല്ലെ. നാബ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്തരം സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നതിന്റെ അളവല്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. കൃത്യമായിട്ട് ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താണ് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അവിടെ ക്വാളിറ്റി ഉള്ള സർവീസ് ആണെന്ന് പറയാൻ പറ്റും. അല്ല എങ്കിലോ ക്വാളിറ്റി ഇല്ല എന്ന് പറയുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തില് രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിനെ അല്ലെങ്കിൽ പാലിക്കുക അല്ലെങ്കിൽ നിറവേറ്റുന്നതിന്റെ അളവിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് മനസ്സിലാക്കിയിട്ട് പോണേ, അല്ലാതെ നിങ്ങൾ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാനുള്ളതാണ്. അതുപോലെ ആ ഒരു ഡെഫിനിഷനും ആര് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വായിച്ചോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി. അടുത്തത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇതിൽ നമ്മള് ക്വാളിറ്റി അഷുറൻസ് ഇംപ്രൂവ്മെന്റ് മുതലായിട്ടുള്ള കുറച്ച് ടേമുകളാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ നമുക്ക് വേഗം നോക്കാം. ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ QA. നമ്മുടെ ഷോർട്ട് ഫോം ആണ് കേട്ടോ മിക്കതിലും ഇനിയൊക്കെ വരിക. അപ്പൊ QA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ആണ്. ക്വാളിറ്റി അഷുറൻസ് ചെയ്യാന്ന് പറയുന്നത് ക്വാളിറ്റി ഉറപ്പ് വരുത്തുക അല്ലെ. ക്വാളിറ്റി അഷുറൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈസ് പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമല്ലേ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമല്ലേ? അതെ. സെന്റർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്താണ് ഇത്? എന്തില് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്? സെന്റർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ്. എന്താ? ആ ഗുണനിലവാരത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റപ്പെടുമെന്ന ഒരു ആത്മവിശ്വാസം അല്ലെ. ആ ഒരു ക്വാളിറ്റി റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഗുണനിലവാരം ഏത് രീതിയിലുള്ള ക്വാളിറ്റി റിക്വയർമെന്റ് ആണോ ആവശ്യമായിട്ടുള്ളത് അത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? നിറവേറ്റി നൽകുമെന്നുള്ളൊരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് ക്വാളിറ്റി അഷുറൻസ് ആണെന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ QA എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അതിലൊരു ടേം ആണ് കേട്ടോ. അപ്പൊ അതില് എന്താണ് ഇതിന് പറയുന്നത്? ഈ സെന്റർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നൽകുന്നു. എന്തിനെ ബേസ് ചെയ്തുള്ള ആത്മവിശ്വാസമാ? that quality requirement will be satisfied. എന്താ? ആ ഒരു ഗുണനിലവാരത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റപ്പെടുമെന്നുള്ള ആത്മവിശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടേമാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ, ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ. അതായത് ആവശ്യമായിട്ടുള്ള ഇടങ്ങളിൽ ഗുണനിലവാരം
ഉറപ്പുവരുത്തും അല്ലെങ്കിൽ നിറവേറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നൽകുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ക്വാളിറ്റി അഷ്വറൻസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ടേംസ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നോക്കി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ നിർബന്ധമായിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരണേ. എന്നാൽ മാത്രമേ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. താങ്ക് യു.